ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു വറുത്തരച്ച നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിന്നൊരു കുക്കർ ചില്ലി ബിരിയാണി പ്രിപ്പയർ ചെയ്തിരുന്നു. അതിൻ്റെ സൈഡായിട്ട് ഈ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. കുക്കർ ചില്ലി ബിരിയാണിയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ആദ്യം തന്നെ ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ, 1 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹാഫ് സ്പൂൺ നാരങ്ങാ നീരൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന ടൈമിൽ ബാക്കി പാർട്ട് നോക്കാം. വറുത്തരയ്ക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് പാനിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു 5-6 കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾ ചേർക്കാം. രണ്ട് ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ചെറിയ സ്പൂൺ മുളക് പൊടി, കുറച്ച് പച്ചമസാല, ഒരു ചെറിയ സ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും 2 പഴുത്ത തക്കാളിയും 1/4 കപ്പ് തൈരും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയ ഓയിലിൽ തന്നെ നമുക്ക് ഒരു 1.5 സവാള കട്ട് ചെയ്തത് ചേർത്ത് വഴറ്റിയെടുക്കാം. നേരത്തെ അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില ചേർക്കാം. തേങ്ങ അരച്ച മിക്സറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ചേർക്കാം. എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക് ഇപ്പോൾ ചേർക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞാനിന്ന് പ്രിപ്പയർ ചെയ്ത കുക്കർ ചില്ലി ബിരിയാണിയാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പൊറോട്ടയോ പുട്ടോ പുഴുങ്ങിയ ബ്രെഡോ കൂടെ ചേർത്ത് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വ്ലോഗിൽ കാണും വരെ ബൈ.